ഹായ് ചിൽഡ്രൻസ്. ഇന്ന് നാം 6ാം ക്ലാസ്സിലെ സയൻസ് പാഠപുസ്തകത്തിലെ 1ാം ചാപ്റ്ററായ കാസ്കറ്റ്സ് ഓഫ് ലൈഫ്, ജീവന്റെ ചെപ്പുകൾ എന്ന പാഠഭാഗമാണ് തുടങ്ങുന്നത്. മിന്നു വാസ് വാക്കിംഗ് അലോങ് ദ ബ്യൂട്ടിഫുൾ ഗാർഡൻ ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ ഹൗസ്, ഹമ്മിങ് എ ട്യൂൺ. വീടിന്റെ മുന്നിലുള്ള മനോഹരമായ പൂന്തോട്ടത്തിലൂടെ മൂളിപ്പാട്ടും പാടി നടക്കുകയായിരുന്നു മിന്നു. അറ്റ് വൺസ് സംതിങ് പ്രിക്ക്ഡ് ഹെർ. പെട്ടെന്ന് എന്തോ കയ്യിൽ കുത്തി. ഇറ്റ്സ് സോ പെയിൻഫുൾ. എന്തൊരു വേദന. ഷീ വാസ് സർപ്രൈസ്ഡ് വെൻ ഷീ സോ എ ലിറ്റിൽ ബ്ലാക്ക് ഇൻസെക്ട് ഓൺ ഹെർ ഹാൻഡ്. തൻ്റെ കയ്യിൽ കറുത്ത നിറത്തിലുള്ള ചെറുപ്രാണിയെ കണ്ടപ്പോൾ മിന്നുവിന് അത്ഭുതം. ഹൗ ടൈനി ദ ക്രിയേച്ചർ ഈസ്. എത്ര ചെറിയ ജീവിയാണ്. അപ്പോൾ മിന്നു പറയുകയാണ്, സോ പെയിൻഫുൾ അറ്റ് ദ ബൈറ്റ് ഓഫ് സച്ച് എ സ്മോൾ ഇൻസെക്ട്. ചെറിയൊരു പ്രാണി കടിച്ചപ്പോൾ ഇത്രയും വേദനയോ? ഈവൻ സ്മോളർ ദാൻ ആൻ ആൻഡ്. ഉറുമ്പിലും ചെറുതോ? There are so many kinds of plants and animals around us, big, small, of different colors, shapes and so on. വലിയതും ചെറിയതും വിവിധ നിറങ്ങളിലുള്ളതും വ്യത്യസ്ത ആകൃതിയിലുള്ളതുമായ വൈവിധ്യമാർന്ന എന്തെല്ലാം സസ്യങ്ങളും ജന്തുക്കളുമാണ് നമുക്ക് ചുറ്റുമുള്ളത്. Try to write down the organisms given below in the order of their size. Let the biggest be the first. താഴെ കൊടുത്ത ജീവികളെ വലുപ്പക്രമത്തിൽ ഒന്ന് എഴുതി നോക്കൂ. ആദ്യം വലിയ ജീവി തന്നെയാവട്ടെ. ഇതിൽ ഏതൊക്കെ അനിമൽസിൻ്റെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്? യെസ്, ഗോട്ട് ആട്, എലിഫന്റ് ആന, ക്യാമൽ ഒട്ടകം, ആൻഡ് ഉറുമ്പ്, ഹോഴ്സ് കുതിര. ഇതിൽ വലുപ്പക്രമത്തിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: എലിഫന്റ്, ക്യാമൽ, ഹോഴ്സ്, ഗോട്ട്, ആൻഡ്. അപ്പോൾ തന്നിരിക്കുന്നവയിൽ ആൻഡ് ഉറുമ്പാണ് ഏറ്റവും ചെറിയ ജീവി, അല്ലേ? ആൻഡ് ഡിയർ ചിൽഡ്രൻസ്, ഈസ് ആൻഡ് ദ സ്മോളസ്റ്റ് ക്രിയേച്ചർ ഓൺ ലാൻഡ്. ഉറുമ്പാണോ കരയിലെ ഏറ്റവും ചെറിയ ജീവി? വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ക്രിയേച്ചർ യു ഹാവ് സീൻ. നിങ്ങൾ കണ്ട ഏറ്റവും ചെറിയ ജീവി ഏതാണ്? ആർ ദർ ഓർഗാനിസംസ് സ്മോളർ ദാൻ ദിസ്. ഇതിലും ചെറിയ ജീവികളുണ്ടോ? വോണ്ട് ദർ ബി ഈവൻ സ്മോളർ ഓർഗാനിസംസ് ഇൻ വാട്ടർ ആൻഡ് എയർ ടു. വെള്ളത്തിലും വായുവിലുമൊക്കെ ചെറിയ ജീവികൾ ഉണ്ടാവില്ലേ? ഹൗ ക്യാൻ വി സീ മൈന്യൂട്ട് ഓർഗാനിസംസ്. വളരെ ചെറിയ ജീവികളെ നമുക്ക് എങ്ങനെ കാണാം? ഷാൽ വി യൂസ് എ ഹാൻഡ് ലെൻസ് ടു സീ ദിസ് മൈന്യൂട്ട് ഓർഗാനിസംസ്. ചെറിയ ജീവികളെ വലുതായി കാണാൻ നമുക്കൊരു ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചാലോ? ഒബ്സർവ് ആൻ ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഹാൻഡ് ലെൻസ്. ഉറുമ്പിനെ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കൂ. ഹൗ ബിഗ് ഡസ് ഇറ്റ് അപ്പിയർ. എത്രത്തോളം വലുതായി കാണുന്നുണ്ട്? ആൻഡ് നൗ ഒബ്സർവ് എ ക്രിയേച്ചർ സ്മോളർ ദാൻ ആൻ ആൻഡ് യൂസിങ് എ ഹാൻഡ് ലെൻസ്. ഉറുമ്പിനേക്കാൾ ചെറിയൊരു ജീവിയെ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിച്ചു നോക്കൂ. How can we observe organisms that cannot be seen by the naked eye? നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളെ നമുക്ക് എങ്ങനെ നിരീക്ഷിക്കാം? യെസ്, മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് cannot be seen by the naked eye can be observed through microscope. നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളെ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ് മൈക്രോസ്കോപ്പ്? അതെ, നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ സാധിക്കാത്ത പല സൂക്ഷ്മജീവികളെയും, അതായത് പല മൈക്രോ ഓർഗാനിസങ്ങളെയും കാണാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. ഹൗ സ്മോൾ. എത്ര ചെറുത്. ട്രൈ ഡൂയിങ് ദിസ് എക്സ്പെരിമെൻറ്റ്. ഈ പരീക്ഷണം ചെയ്തു നോക്കൂ. മെറ്റീരിയൽസ് റിക്വയർഡ്. ആവശ്യമായ സാമഗ്രികൾ: മൈക്രോസ്കോപ്പ്, സ്ലൈഡ്, കവർ ഗ്ലാസ് ആൻഡ് ഹെയർ സോക്ക്ഡ് വാട്ടർ. എന്താണ് ഹെയർ സോക്ക്ഡ് വാട്ടർ? അതെ, വൈക്കോലിട്ട് വെച്ച വെള്ളം. വൈൽ കളക്റ്റിംഗ് വാട്ടർ സാമ്പിൾസ്. ജലം എങ്ങനെ ശേഖരിക്കാം. അതായത് ഈ എക്സ്പെരിമെൻറ്റിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഹെയർ സോക്ക്ഡ് വാട്ടർ, അതായത് വൈക്കോലിട്ട് വെച്ച വെള്ളം ശേഖരിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കാം അതാണ് പറയുന്നത്. ദ ഫോളോയിങ് തിങ്സ് മേ ബി അഡോപ്റ്റഡ്. നിരീക്ഷണത്തിനായി ജലം ശേഖരിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. കളക്ട് വാട്ടർ ഇൻ വിച്ച് ഹെ ഹാസ് ഡീക്കേഡ് ഫ്രം ഹാർവസ്റ്റഡ് ഫീൽഡ്സ്. കൊയ്ത്ത് കഴിഞ്ഞ പാടത്തുനിന്ന് വൈക്കോൽ ചീഞ്ഞ ജലം ശേഖരിക്കാം. കളക്ട്
The remaining water from canals, pond, etc. which have started drying up, തോട്, കുളം എന്നിവ വറ്റിത്തുടങ്ങുമ്പോൾ അവശേഷിക്കുന്ന ജലവും അനുയോജ്യമാണ്. Take a handful of hay, cut it into pieces and boil it in water. ഒരു പിടി വൈക്കോൽ എടുത്ത് ചെറു കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. Drain the water and cool it. ജലം ഊറ്റിയെടുത്ത് തണുപ്പിക്കുക. And mix this water with a spoonful of water collected from stagnated water bed and observe it after 3 days. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു സ്പൂൺ മലിനജലം ശേഖരിച്ച് ഇതിൽ ചേർത്ത് 3 ദിവസത്തിനു ശേഷം നിരീക്ഷിക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതെ, ടേക്ക് എ ഡ്രോപ്പ് ഓഫ് ഹേ സോക്ക്ഡ് വാട്ടർ ഓൺ സ്ലൈഡ്. മുൻകൂട്ടി തയ്യാറാക്കി വൈക്കോലിട്ട് വെച്ച വെള്ളത്തിൽ നിന്ന് ഒരു ചെറിയ തുള്ളി ജലം സ്ലൈഡിൽ എടുക്കുക. പ്ലേസ് ദ കവർ ഗ്ലാസ് ആൻഡ് ദെൻ ഒബ്സർവ് ഇറ്റ് ത്രൂ മൈക്രോസ്കോപ്പ്. കവർ ഗ്ലാസ് വെച്ച് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക. വാട്ട് ക്യാൻ ബി സീൻ നൗ? എന്തെല്ലാം കാണുന്നുണ്ട്? ഡോണ്ട് യു സീ ടൈനി ഓർഗാനിസം മൂവിങ് ഇൻ ഇറ്റ്? ചലിക്കുന്ന ചെറിയ ജീവികളെ കാണുന്നില്ലേ? ഡ്രോ ദം ഇൻ യുവർ സയൻസ് ഡയറി. ഇവയുടെ രൂപം ശാസ്ത്ര പുസ്തകത്തിൽ വരയ്ക്കൂ. കുഡ് യു ഒബ്സർവ് എനി ഓഫ് ദ ഓർഗാനിസംസ് ഗിവൺ ബിലോ? താഴെ കൊടുത്ത ചിത്രത്തിലെ ഏതെങ്കിലും ജീവികളെ നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞോ? യെസ്, സം ടൈനി ഓർഗാനിസംസ് ലൈക്ക് ഇൻ ദിസ് പിക്ചർ ഈസ് മൂവിങ് ത്രൂ വാട്ടർ ഓൺ സ്ലൈഡ്. ആ സ്ലൈഡിൻ്റെ മുകളിലിരിക്കുന്ന ആ വാട്ടർ, ജലത്തിലെ ഇതുപോലുള്ള ടൈനി ക്രിയേച്ചേഴ്സ്, സൂക്ഷ്മജീവികളായ ഈ അമീബ, പാരമീസിയം, യുഗ്ലീന എന്നിവയെ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഏതൊക്കെ മൈക്രോ ഓർഗാനിസത്തെയാണ് നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിലൂടെ കാണാൻ സാധിച്ചത്? യെസ്, അമീബ, പാരമീസിയം, യുഗ്ലീന. And dear children, have you learned about bacteria, virus, etc. earlier? വൈറസ്, ബാക്ടീരിയ എന്നിവയെക്കുറിച്ച് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ. ദീസ് ആർ ഓൾസോ മൈക്രോ ഓർഗാനിസംസ്. അവയെ പോലെ ഈ ജീവികളും സൂക്ഷ്മജീവികളാണ്. ഏതൊക്കെ? അമീബ, പാരമീസിയം, യുഗ്ലീന ഇവയൊക്കെ ബാക്ടീരിയ, വൈറസ് എന്നിവയെ പോലെയുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ്. And the organisms that cannot be seen by the naked eye are microorganisms. അതുകൊണ്ട് തന്നെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളാണ് സൂക്ഷ്മജീവികൾ, മൈക്രോ ഓർഗാനിസംസ്. ബേസിസ് ഓഫ് ലൈഫ്, ജീവൻ്റെ നിർമ്മിതി. ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ടേക്ക് പ്ലേസ് ഇൻ മൈക്രോ ഓർഗാനിസംസ് ടു. ഈ സൂക്ഷ്മജീവികളിലും ജീവൽ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. വാട്ട് ആർ ദെയർ ബോഡീസ് മെയ്ഡ് ഓഫ്? ഇവയുടെ ശരീരം നിർമ്മിച്ചത് എന്തുകൊണ്ടായിരിക്കും? ഫൈൻഡ് ഔട്ട് യൂസിങ് ദ ഗിവൺ ഡിസ്ക്രിപ്ഷൻ. താഴെ തന്നിരിക്കുന്ന വിവരണത്തിൻ്റെ സഹായത്തോടെ കണ്ടെത്തൂ. ടൈനി യൂണിറ്റ്സ് ഓഫ് ദ ബോഡി, ജീവശരീരത്തിലെ ചെറുഘടകങ്ങൾ. ദ ബോഡി ഈസ് മെയ്ഡപ്പ് ഓഫ് മെനി സ്മോൾ യൂണിറ്റ്സ്. ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ചെറുഘടകങ്ങൾ ചേർന്നാണ്. Even the body of the tiny ant is made up of thousands of such small units. ഒരു കുഞ്ഞുറുമ്പിൻ്റെ ശരീരം പോലും ഇത്തരം ആയിരക്കണക്കിന് ചെറുഘടകങ്ങളാൽ നിർമ്മിതമാണ്. These small units of the body are called cells. ജീവശരീരം നിർമ്മിക്കപ്പെട്ട ഈ ചെറുഘടകങ്ങളെ കോശങ്ങളെന്ന് പറയുന്നു. And there are organisms with only one cell and they are called യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. ഒരു കോശം മാത്രമുള്ള ജീവികളുണ്ട്. ഇവയാണ് ഏകകോശ ജീവികൾ അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. അപ്പോൾ ഒരു കോശം, ഒരു സെല്ലുള്ള ഓർഗാനിസത്തെ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്നാണ് വിളിക്കുന്നത്. അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ ആർ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ എന്നിവ ഏകകോശ ജീവികളാണ്. അവയ്ക്ക് ഒരു സെല്ല് മാത്രമാണ് ഉള്ളത്. ആൻഡ് ദ ഓർഗാനിസംസ് വിത്ത് മോർ ദാൻ വൺ സെൽ ഇൻ ദെയർ ബോഡി ആർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ അഥവാ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്.
അതായത് ഒന്നിലധികം സെല്ലുകളുള്ള ജീവികളെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയുന്നു. അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആർ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. ജന്തുക്കളും സസ്യങ്ങളുമെല്ലാം ബഹുകോശ ജീവികളാണ്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ്. വാട്ട് ഡു യു ഒബ്സർവ്ഡ് ത്രൂ മൈക്രോസ്കോപ്പ് ആർ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. നിങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചത് ഏകകോശ ജീവികളെയാണ്, അതായത് യൂണിസെല്ലുലാർ ഓർഗാനിസത്തെയാണ് നമ്മൾ കഴിഞ്ഞ എക്സ്പെരിമെൻറ്റിൽ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചത്. Why is it that these unicellular organisms are invisibly small while the ant is larger than them? ഈ ജീവികളുടെ ശരീരം കാണാൻ കഴിയാത്ത വിധം ചെറുതായിരിക്കാനും ഉറുമ്പിൻ്റെ ശരീരം കുറെ കൂടി വലുതായിരിക്കാനും എന്തായിരിക്കും കാരണം? ഡു സെൽസ് ഗ്രോ അപ്പ് വിത്ത് ദ ചൈൽഡ്? നോട്ട് ഡൗൺ യുവർ ഗസ്. കുട്ടി വളർന്ന് വലുതാകുമ്പോൾ കോശങ്ങൾ വലുതാകുന്നുണ്ടോ? നിങ്ങളുടെ ഊഹം എഴുതൂ. Let us observe the cell of two persons of different age group to find this. ഇത് കണ്ടെത്താനായി നമുക്ക് വ്യത്യസ്ത പ്രായത്തിലുള്ള രണ്ടാളുകളുടെ കോശങ്ങൾ നിരീക്ഷിക്കാം. മെറ്റീരിയൽസ് റിക്വയർഡ്. ആവശ്യമായ സാമഗ്രികൾ: മൈക്രോസ്കോപ്പ്, സ്ലൈഡ്, പ്യുവർ വാട്ടർ, മെത്തിലീൻ ബ്ലൂ സ്റ്റെയിൻ, 2 ന്യൂ ടൂത്ത് ബ്രഷസ് ആൻഡ് കവർ ഗ്ലാസ്. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത്? മൈക്രോസ്കോപ്പ്, സ്ലൈഡ്, ശുദ്ധജലം, മെത്തിലീൻ ബ്ലൂ സ്റ്റെയിൻ, 2 പുതിയ ടൂത്ത് ബ്രഷ്, പിന്നെ കവർ ഗ്ലാസും. ഒബ്സർവ് ദ ചീക്ക് സെൽസ് ഓഫ് എ ചൈൽഡ് ആൻഡ് ദൂസ് ഓഫ് എ ടീച്ചർ ത്രൂ മൈക്രോസ്കോപ്പ്. ഒരു കുട്ടിയുടെയും അധ്യാപകൻ്റെയും കവിളിലെ കോശങ്ങൾ ശ്രദ്ധാപൂർവം എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കൂ. ഇതിനായി കുട്ടിയുടെയും ടീച്ചറുടെയും ചീക്ക് സെൽസ് കളക്ട് ചെയ്യണം. മെത്തേഡ് ഓഫ് കളക്ടിങ് ചീക്ക് സെൽസ്. കവിളിലെ കോശങ്ങൾ എടുക്കുന്ന രീതി: വാഷ് ദ മൗത്ത് thoroughly വിത്ത് ക്ലീൻ വാട്ടർ. ശുദ്ധജലം ഉപയോഗിച്ച് വായ നന്നായി കഴുകുക. സ്ക്രാപ്പ് ദ ഇൻറ്റേർണൽ സർഫസ് ഓഫ് ദ ചീക്ക് യൂസിങ് എ ന്യൂ ടൂത്ത് ബ്രഷ്. ഒരു പുതിയ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് കവിളിൻ്റെ ഉൾവശം ചുരണ്ടുക. പ്ലേസ് ദ ചീക്ക് സ്ക്രാപ്പ് ഇൻ ദ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഓൺ ദ സ്ലൈഡ്. ബ്രഷിൽ പറ്റിയിരിക്കുന്ന കവിൾ ചർമ്മത്തിൻ്റെ അംശങ്ങൾ സ്ലൈഡിൻ്റെ മധ്യത്തിലുള്ള ഒരു തുള്ളി ജലത്തിലേക്ക് മാറ്റുക. സ്പ്രെഡ് ദിസ് ആൻഡ് ആഡ് എ ഡ്രോപ്പ് ഓഫ് സ്റ്റെയിൻ. ഇത് അല്പം പരത്തി ഒരു തുള്ളി സ്റ്റെയിൻ ചേർക്കുക. കവർ ഇറ്റ് വിത്ത് ദ കവർ ഗ്ലാസ് ആൻഡ് ഒബ്സർവ് ദ സ്ലൈഡ് ത്രൂ മൈക്രോസ്കോപ്പ്. കവർ ഗ്ലാസ് കൊണ്ട് മൂടുക. അതിനുശേഷം സ്ലൈഡ് മൈക്രോസ്കോപ്പിൽ വെച്ച് നിരീക്ഷിക്കുക. ഡു യു നോട്ടീസ് എനി ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് ചീക്ക് സെൽസ് ഓഫ് ദ ചൈൽഡ് ആൻഡ് ദ അഡൽട്ട്? കമ്പയർ യുവർ ഫൈൻഡിങ്സ് വിത്ത് ഗസ് യു മെയ്ഡ്. കുട്ടിയുടെയും മുതിർന്ന ആളുടെയും കവിളിലെ കോശങ്ങളുടെ വലുപ്പത്തിൽ വ്യത്യാസമുണ്ടോ? നിങ്ങളുടെ കണ്ടെത്തലുകൾ ഊഹവുമായി താരതമ്യം ചെയ്യൂ. മുതിർന്ന ആളുടെയും കുട്ടിയുടെയും ചീക്ക് സെൽസ് നിങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ എങ്ങനെയാണ് കണ്ടത്? ടീച്ചറുടെയും കുട്ടിയുടെയും ചീക്ക് സെല്ലുകളുടെ മൈക്രോസ്കോപ്പിക് വ്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കുട്ടിയുടെയും ടീച്ചറുടെയും ചീക്ക് സെല്ലുകളുടെ വലുപ്പത്തിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. അപ്പോൾ കുട്ടി വളരുന്നതിനനുസരിച്ച് കോശങ്ങൾ വലുതാവുന്നില്ല. Then how does the body grow without bringing about any change in the size of the cells? കോശങ്ങളുടെ വലുപ്പം വ്യത്യാസപ്പെടാതെ എങ്ങനെയാണ് ശരീരം വലുതാവുന്നത്? ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഡ്രോ യുവർ ഇൻഫറൻസ്. ചിത്രം നിരീക്ഷിച്ച് നിഗമനങ്ങൾ രൂപീകരിക്കൂ. ദാ ഇവിടെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡു വി യൂസ് ബിഗ് ബ്രിക്സ് ഫോർ ബിൽഡിംഗ് ബിഗ് ഹൗസസ് ആൻഡ് സ്മോൾ വൺസ് ഫോർ സ്മോൾ ഹൗസസ്? വലിയ വീട് നിർമ്മിക്കാൻ വലിയ ഇഷ്ടികയും ചെറിയ വീട് നിർമ്മിക്കാൻ ചെറിയ ഇഷ്ടികയുമാണോ നാം ഉപയോഗിക്കുന്നത്? അല്ല. വലിയ വീടും ചെറിയ വീടും നിർമ്മിക്കാൻ നമ്മൾ ഒരേ സൈസുള്ള ഒരേ വലിപ്പമുള്ള ഇഷ്ടികകളാണ് ഉപയോഗിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദ റീസൺ ഫോർ ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് ഹൗസസ്? എങ്കിൽ വീടുകളുടെ വലിപ്പ വ്യത്യാസത്തിന് കാരണം എന്തായിരിക്കും? വീടുകളുടെ വലിപ്പ വ്യത്യാസത്തിന് കാരണം എന്താണ്? അതെ, വലിയ വീട് നിർമ്മിക്കാൻ നമ്മൾ കൂടുതൽ ഇഷ്ടികകൾ യൂസ് ചെയ്യുന്നു.
Then, based on these, find out the reason for the difference in the size of organisms. Write it down in your science diary. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവികളുടെ വലുപ്പ വ്യത്യാസത്തിന് കാരണം എന്താണെന്ന് കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. അപ്പോൾ ജീവികളുടെ വലുപ്പ വ്യത്യാസത്തിന് കാരണം എന്തായിരിക്കും? യെസ്, the size of an organism is based on the number of cells. ജീവികളുടെ ശരീരത്തിലുള്ള സെല്ലുകളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനമാണ് പല ജീവികളുടെയും ശരീര വലുപ്പത്തിനു കാരണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? അതെ, ഓർഗാനിസത്തിലുള്ള ജീവികളിലുള്ള സെല്ലുകൾക്ക്, കോശങ്ങൾക്ക് വലുപ്പം വയ്ക്കുന്നില്ല, പകരം സെല്ലുകളുടെ എണ്ണത്തിനാണ് വർധനവുണ്ടാകുന്നത്. സോ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് there are millions of cells in the human body. മനുഷ്യ ശരീരത്തിൽ ലക്ഷക്കണക്കിന് കോടി കോശങ്ങളുണ്ടത്രേ. If so, how large would be the number of cells in the body of an elephant? അപ്പോൾ ഒരു ആനയുടെ ശരീരത്തിൽ എത്രമാത്രം കോശങ്ങൾ ഉണ്ടായിരിക്കുമല്ലേ? അപ്പോൾ നമ്മുടെയെല്ലാം ശരീരത്തിലുള്ള സെല്ലുകൾക്ക് ഒരേ സൈസാണുള്ളത്, പക്ഷേ അവയുടെ എണ്ണത്തിലുണ്ടാകുന്ന മാറ്റമാണ് പല ജീവികളുടെയും ശരീര വലുപ്പത്തിനു കാരണം. സോ ഇന്നെടുത്ത ഭാഗങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ദിസ് ക്ലാസ്. താങ്ക് യു.